ഗൈസ്, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കണമെന്ന് ഓർത്തിട്ട് നമ്മൾ ഇന്നൊരു റൈഡ് പോകാൻ പോവാണ്. അപ്പം എൻ്റെ വണ്ടി അപ്പുറത്തിരിപ്പുണ്ട്, ഇത് അനിയൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഓയിൽ സീൽ പോയിട്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് പോകാൻ നടക്കത്തില്ല, അത് ഇച്ചിരി ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത്. ഇതുമായിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം അപ്പോഴാണ് കൈലാസഗിരി. ആ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ് കൈലാസഗിരി. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടേത് അവിടെ നിന്നാണ്, ആ മലയിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് ആ മഞ്ഞ് മൂടിയ മലയുടെ ടോപ്പിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഏലപ്പാറയിലെ ഒടിച്ചുകുത്തി വളം എന്ന് പറയുന്നത്. 2 യൂട്ടേൺ ഉണ്ട്, ഒന്നിവിടെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് വരും. ഇതാണ് നമ്മുടെ വ്യൂ. നല്ല വെയിലൊക്കെ കുതിച്ച് വരുമ്പോൾ ഇവിടെ കാണാൻ എന്ത് അടിപൊളിയാണെന്നറിയാമോ. എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ പോകുമ്പോൾ ആ വീഡിയോ കിട്ടും, നമുക്ക് അപ്പോഴത്തേക്ക് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ റൈഡ് പോകാം. കൈലാസഗിരി ഇതിൻ്റെയൊക്കെ ടോപ്പിലാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഓടാനുണ്ട്, അത്യാവശ്യം കിലോമീറ്ററുകളുണ്ട്. നമുക്കതായാലും പോവാം. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ ഏലപ്പാറയിലെ വ്യൂ പോയിൻറ്റിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരാളുണ്ട്. ഇത് ലിൻഡോ പുതിയ വണ്ടിയൊക്കെ എടുത്ത് തകർക്കാൻ വേണ്ടിയാണ്. ലിൻഡോയുടെ ഫസ്റ്റ് വേണേൽ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഈ മലയ്ക്ക് ടോപ്പിലാണ് നമ്മുടെ കൈലാസഗിരി ഇരിക്കുന്നത്. മഞ്ഞോട്ട് മൂടി നിൽക്കുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തണുത്ത് വിറക്കുമെന്ന് അറിയത്തില്ല. ലിൻഡോ എങ്ങനെയാണ്, തണുത്ത് വിറയ്ക്കോ? അപ്പോൾ നമുക്ക് 2 പുലിക്കുട്ടിയായിട്ട് നമുക്കങ്ങ് പോവാം, അല്ലേടാ? ഏലപ്പാറയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ ചാടി നമുക്ക് പോവാം. ഇത് നേരെ താഴോട്ടുള്ള വഴിയാണ്. പിന്നെ താഴെ കുട്ടിക്കാനശ്ശേരി വരുന്നവർക്കാണ് താഴെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണിക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്പോട്ടാണ് നമ്മുടെ ഓർഡിനറി സിനിമയിലെ ഗവി കേട്ടോ, സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നമ്മൾ ചെന്നിട്ട് ഈ ഒരു വഴിയിലേക്കാണ് വന്ന് ഇറങ്ങുന്നത്. ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വഴി ഈ റൈറ്റിൽ നിന്നാണ് വരുന്നത്. നമുക്കിപ്പോൾ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് ആ വഴി കേട്ടോ. ഈ വഴി നമ്മൾ പോയിട്ട് കുറച്ചുകൂടി ചെന്നിട്ട് വീണ്ടും നമുക്ക് ലെഫ്റ്റിലേക്ക് വീണ്ടും എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി നമ്പത്തുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എത്ര കിടുക തിരിയുക. അതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്ന വഴിയാണ് ഇത്. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റാണ് വഴി പോകുന്നത്. നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഈ വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതുവഴി ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങി നേരെ അവിടെ എങ്ങോട്ടായിട്ടാണ് മല വരുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ, പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വഴിയൊന്നും തെറ്റില്ല. വരുന്ന വഴി ഇതാണ്. അവിടെ വന്ന് തിരിഞ്ഞിങ്ങോട്ടാണ് നേരെ ലെഫ്റ്റ് എടുക്കുക. നേരെ ലെഫ്റ്റ് എടുക്കുക. കോൺക്രീറ്റ് വഴിയാണ്. ഈ വഴി കുറച്ച് അപ്പുറത്ത് വരുമ്പോൾ ടാറിങ് ഉണ്ട്. ആ വഴി സ്ട്രെയിറ്റ് അങ്ങ് പോയായിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അവിടെ അടയാളം വരും. അപ്പോഴും നമുക്ക് വീണ്ടും ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ തേണ്ടേ അടുത്ത ലെഫ്റ്റിലേക്കുള്ള വഴി വന്നേക്കും. ഇവിടെ എല്ലായിടത്തും സൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കോൺക്രീറ്റ് വരും. അവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് വഴിയാണ് കയറി ഇങ്ങനെ വഴി എങ്ങോട്ടോ പോകുന്നു. ആ വഴി പോയിട്ടില്ല, അറിയത്തില്ല. നമുക്ക് കയറേണ്ട ഈ വഴിയാണ്. വഴി കയറി മണ്ട ചെന്നിട്ടുള്ള പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. എടുക്കാൻ പറ്റുന്ന കുറച്ച് പരിമിതികളുണ്ട്. കയറിപ്പോ. അങ്ങനെ നമ്മൾ വഴിയെല്ലാം കയറ്റി അങ്ങനെ ഇവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓഫ് റോഡൊക്കെ നന്നായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇതിനെ വണ്ടിയിലേക്ക് ഇനിയും വേണേൽ കയറ്റാം. പക്ഷേ ഞാൻ നിർബന്ധിക്കൂല, കാരണം പാറയാണ്, ഫുള്ള് പാറയാണ്. കയറിപ്പോകാൻ വഴിയില്ലാത്ത സ്ഥലമാണ്. ഞങ്ങൾ നടന്ന് കയറി വന്നുകൊണ്ടിരുന്നപ്പോഴേ വല്ലാത്തൊരു അത്ഭുതം കണ്ട്. ടടാ, ഒരു കല്ലും കൂട്ടും കുറേ ചില്ലറ പൈസ ഇറങ്ങുന്നു. 2 ഗ്യാപ്പുണ്ട് അവിടെ. അത് ഞാൻ കല്ല് വെച്ച് അങ്ങ് ഫില്ല് ചെയ്യാമെന്ന് ഓർത്ത്. നോക്ക്, ആ 2 ഗ്യാപ്പ് ഉണ്ടോ? ആ ഗ്യാപ്പ് നമുക്കങ്ങ് കുറച്ച് കല്ല് വെച്ചിട്ടങ്ങ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരുന്ന സ്ഥലം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് പോലെ ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴുകി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി അടുത്ത തവണ വരുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ ഫില്ല് ചെയ്യാം. നമുക്ക് ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ടോപ്പിലേക്ക് എത്തും. ഒന്നും കാണുന്നില്ല ഗൈസ്. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ലിൻഡോനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കാണുമെന്ന് അറിയത്തില്ല. നമ്മൾ ടോപ്പിൽ അങ്ങനെ എത്തി ഗൈസ്. ടോപ്പിലെത്തിയപ്പോൾ കുറച്ച് ഗായ്സ് അവിടെ നിന്ന് ചില്ലടിക്കുന്നുണ്ട്.
നമ്മൾ ടോപ്പിൽ വന്നു, പക്ഷേ ഒന്നും കാണാൻ പറ്റൂല. നല്ല ഇടിവെട്ട് കാറ്റും അടിപൊളി മഞ്ഞും അതാണ്. ഗായ്സ്, ഞങ്ങളിവിടെ വന്നു, മഞ്ഞ് മാത്രം കിട്ടി. മഞ്ഞ് ഓടിപ്പോയില്ല, ഓടിപ്പോയിരുന്ന അത്യാവശ്യം വ്യൂ കിട്ടിയാനെ. പക്ഷെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് പതിയെ ഇറങ്ങുവാണ്. കാരണം എവിടെ നോക്കിയാലും എല്ലാം ഒരുപോലെ തന്നെയുള്ളൂ, വ്യത്യാസമൊന്നുമില്ല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നെങ്കിൽ മാറിയാനെ. എന്തായാലും നമ്മളെക്കൊണ്ട് അതിൻ്റെ മണ്ടക്കയറ്റി രാവിലത്തെ ഒരു കഴിഞ്ഞു. ഇനി അടുത്ത ഞായറാഴ്ച അടുത്ത സ്ഥലത്തേക്ക് വേണം പോകാൻ. ഗായ്സ്, അപ്പോൾ ഇതാണ് ഏലപ്പാറയിൽ നിന്ന് വരുന്ന വഴി. ഈ വഴി നേരെ കുട്ടിക്കാനം പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ വഴി. ഈ വഴി നേരെ സ്ട്രെയിറ്റ് നേരെ പാമ്പനാർ പോയി ഇറങ്ങുന്ന വഴിയാണ്. അല്ലാണ്ട് ഗ്ലെൻമേരി റോഡെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഗ്ലെൻമേരി എന്ന് പറഞ്ഞ റോഡ് ഇതുവഴി പോകുവാണെങ്കിൽ കൈലാസഗിരിയുടെ ടോപ്പിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അത് ഇന്ന് ഇവിടെ ഇത്രയും കൊണ്ട് ഞങ്ങൾ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലിൻഡോ